ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് മട്ടൻ കീമയാണ്. അപ്പോൾ കീമ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഞാനിവിടെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തന്നെ റൈസ് തയ്യാറാക്കിയിട്ടാണ് ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കുന്നത്. അതുപോലെ കീമ നമുക്ക് കീമ മസാല തയ്യാറാക്കുമ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ മട്ടനും ചിക്കനൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആണ് കീമ മസാല നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ടിൽഡയുടെ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 ഗ്ലാസ്. അപ്പോൾ 1.5 ഗ്ലാസ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 1/2 കിലോ ഉണ്ടായിരിക്കും, ഏകദേശം 1/2 കിലോ ഉണ്ടായിരിക്കും. കാരണം ഞാനിവിടെ കീമ 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസും 1.5 ഗ്ലാസ് 1/2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ അതിന് വേണ്ട സബോള അരിയാണ്. അപ്പോൾ ഇതൊരു 8 സബോളോളം ഇപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെറിയ സബോള ആയതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 8 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 6 എണ്ണം മതി. അതിനെ നമ്മളൊരു 3 ഭാഗമാക്കിയിട്ട് തിരിക്കണം. പിന്നെ തക്കാളി 2 എണ്ണം, അതും ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തു. പിന്നെ പച്ചമുളക് 4-5 എണ്ണം. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, വെളുത്തുള്ളി ഒരു കുടം, അത് ചതച്ചെടുക്കണം, ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ ബെൽ പെപ്പറിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും വേണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ അരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ തവി ഗീ ഒഴിക്കുക. നമ്മൾ സ്പൂണിലാണെങ്കിൽ 3 ടീസ്പൂണോളം ഗീ ഒഴിക്കണം. അതിനുശേഷം മാറ്റി വെച്ച സബോളയുടെ ഒരു പോർഷൻ മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സബോള നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്യൂ നട്ടും ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ റൈസിനും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇവ രണ്ടും കോരിയിട്ട് നമ്മൾ മാറ്റി വെക്കാം. അതിനുശേഷം രണ്ടാമത്തെ പോർഷൻ സബോള നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച സബോള 3 ഭാഗമാക്കി തിരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് റൈസ് റെഡിയാക്കാനുള്ളതാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം 2-3 ഏലക്കായ, പട്ട, കരയാമ്പൂ ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക്. അതിനുശേഷം നമ്മൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ എപ്പോഴും വെള്ളം അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം അളന്നൊഴിക്കുക. അരിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റ് വേവായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചേക്കണ ബസുമതി റൈസ്, അരമണിക്കൂർ കുതിർത്ത് മാറ്റി വെച്ചേക്കണ ബസുമതി റൈസ് നമ്മൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുത്ത് ഇത് അരി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റുന്ന കണ്ടാൽ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 7 മുതൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റൈസ് റെഡിയായി കിട്ടും. അതിനുശേഷം കീമ നമ്മൾ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സബോള അതിലിട്ടിട്ട് വഴറ്റി കൊടുക്കും. നമ്മൾ സബോള ആദ്യം 8 സബോള അരിഞ്ഞപ്പോൾ 3 പോർഷൻ ആക്കാൻ പറഞ്ഞു. ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ എടുത്തു. രണ്ടാമത്തെ പോർഷന് നമ്മൾ റൈസ് റെഡിയാക്കുമ്പോൾ എടുത്തു. മൂന്നാമത് ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ കീമ മസാല ഉണ്ടാക്കുമ്പോൾ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ സബോള നമ്മൾ 8 എണ്ണം നമ്മൾ 3 ഭാഗമാക്കി തിരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, സബോള നന്നായി വഴന്ന് കിട്ടാൻ. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് മാറ്റി വെച്ചേക്കുന്ന റെഡ് ബെൽ പെപ്പറിൻ്റെ 1/4 ഭാഗം ആഡ് ചെയ്തുക. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളായ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മീറ്റ് മസാല നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മീറ്റ് മസാല. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കരിയാണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആദ്യം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചേക്കുന്ന കീമ ഇട്ട് കൊടുക്കണം.
അപ്പോൾ കീമ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട. നമുക്ക് വീണ്ടും ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കീമ മിക്സ് ആക്കിയതിന് ശേഷം എനിക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം നമുക്ക് ഇത് ഒരു 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കീമ വെന്ത് കിട്ടും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾക്ക് വെള്ളം വറ്റി പോകാനുള്ളൊരു വെള്ളം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരണം കീമ വേവുന്നതോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഫ്ലെയിമിൽ ഇട്ടിട്ട് കീമ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കീമ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെഡിയായ റൈസിൻ്റെ മേലേക്ക് നമുക്ക് ഈ കീമ മസാല ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൈസ് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് ലെയറാക്കിയിട്ട് നമുക്ക് ചെയ്യാം. കീമ മസാല ലെയറാക്കി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ റൈസിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ചൂടൊന്നും പുറത്ത് പോകാണ്ടിരിക്കാനും നമുക്ക് കീമ മസാലയുടെ ടേസ്റ്റ് ചോറിൻ്റെ അടി വരെ എത്താൻ വേണ്ടിയിട്ടും ഞാൻ ഇതിൻ്റെ മേലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെയാണ് ഞാനിവിടെ മൂടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ചോറും ഈ കീമ മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ ഫ്ലെയിമൊന്നും ഇല്ലാണ്ട് വീണ്ടും ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ ഇവിടെ മാറ്റി വെച്ചേക്കുന്ന റെഡ് ബെൽ പെപ്പറും പിന്നെ ഫ്രൈ ചെയ്ത ഒനിയനും പിന്നെ റൈസിനും നട്ട്സും ഒക്കെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.